ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 2 ഫെസ്റ്റീവ് ഫൺ. യൂണിറ്റിൻ്റെ പേരെന്താണ്? ഫെസ്റ്റീവ് ഫൺ. ഈ യൂണിറ്റിന് നമുക്ക് ഇന്ന് മലയാളം മീനിങ്ങോടുകൂടി വായിക്കാം. അതിലെ ക്വസ്റ്റ്യൻസും നോക്കാം. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. 3ാം ക്ലാസ്സിലെ മറ്റുള്ള വീഡിയോസ് എല്ലാം സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഫെസ്റ്റീവ് ഫൺ. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഇതെന്തിൻ്റെ ചിത്രമാണ്? ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അതോ വേറെന്തോ ഒരു സെലിബ്രേഷനാണ്. കണ്ടിട്ട് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് തന്നെ തോന്നുന്നുണ്ട് അല്ലേ? എന്താണ് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത്? യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിനെ നിങ്ങൾക്ക് അറിയാമോ? അറിയാം അല്ലേ? നമ്മുടെ ദേശീയ ഗാനം രചിച്ച ആളാണ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ്. നിങ്ങളെ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു, ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഇൻവൈറ്റ് ചെയ്യുക പറഞ്ഞാൽ ക്ഷണിക്കുക. യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ്. നിങ്ങളെ ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ഭൂമിയിൽ ജനിക്കുക, ഈ ഭൂമിയിലൊരു മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കാം. ദിസ് ഈസ് ആൾസോ എ സെലിബ്രേഷൻ അല്ലേ? ഇതും ഒരു സെലിബ്രേഷനാണ്. കേക്കുണ്ട് അല്ലേ, കത്തിയുണ്ട്, പിന്നെ വലിയ നമ്മുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ട്. ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ അല്ലേ? എല്ലാവരും ചേർന്നുള്ള ഒരു നല്ല സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. വാട്ട് ഡസ് ദ പിക്ചർ ഷോ? വാട്ട് ഡസ് ദ പിക്ചർ ഷോ? എന്താണ് ഈ പിക്ചർ കാണിക്കുന്നത്? പിക്ചർ ഷോസ് എ സെലിബ്രേറ്റിംഗ് മൊമെൻ്റ് ഓഫ് എ ഫാമിലി അല്ലേ? പിക്ചർ ഒരു ഫാമിലിയുടെ ആഘോഷ നിമിഷങ്ങളെയാണ് കാണിക്കുന്നത്. എല്ലാവരും നല്ല ഹാപ്പിയാണ് അല്ലേ? വൈ ആർ ദ പീപ്പിൾ ഹാപ്പി? എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഹാപ്പി ആയിരിക്കുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ മൊമെൻ്റ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ജോയ്. ഇവിടെ നടക്കുന്നത് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളാണ്, ആ സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഹാപ്പി ആയിരിക്കുന്നു. ലെറ്റ്സ് സിങ് എ സോങ്. ഇത് നമ്മളെല്ലാവരും പാടുന്ന സോങ് ആണല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ആരാണെന്ന് വെച്ചാൽ അവരുടെ പേര് പറയും അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ടു ട്രൂ ഫ്രണ്ട്സ്, ഫ്രം ഓൾഡ് ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ഫ്രണ്ട്സ്, മേ ഗുഡ് ലക്ക് ഗോ വിത്ത് യു ആൻഡ് ഹാപ്പിനെസ് ടു. ഇത് നമ്മളെപ്പോഴും പാടാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ ട്യൂൺ അത്ര കിട്ടുന്നില്ല അല്ലേ? നെക്സ്റ്റ് പേജ് നോക്കൂ. ദ സീ പാലസ്. സീ പാലസ്. സീ എന്ന് പറഞ്ഞാൽ കടൽ, പാലസ് കൊട്ടാരം. ദ സീ പാലസ്, കടൽ കൊട്ടാരം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഒരു ഗോൾഡ് ഫിഷിനെ കണ്ടോ? അത് സീയിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഡയറക്ഷൻ ദിശ. സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിലേക്ക് തന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സ് പോകുന്നത് അവൻ കണ്ടു. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. വേവ്സ് എന്ന് പറഞ്ഞാൽ തിരമാലകൾ. തിരകളിൽ പൊങ്ങിക്കിടക്കുകയാണ്. ഫ്ലോട്ടിംഗ്, പൊങ്ങിക്കിടക്കുക, പൊങ്ങിക്കിടക്കുന്നത്. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദ വേവ്സ്. ഒരു സ്റ്റാർ ഫിഷ് തിരയിൽ പൊങ്ങിക്കിടക്കുന്നു. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ജെല്ലി ഫിഷ് നീല വെള്ളത്തിൽ, കടലിലെ നീല വെള്ളത്തിൽ എന്താണ്? സ്പാർക്കിൾഡ്, തിളങ്ങി. ഡോൾഫിൻസ് വേർ ഡാൻസിങ്. ഡോൾഫിൻസ് ഡാൻസ് ചെയ്യുകയായിരുന്നു. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഗോൾഡ് ഫിഷ് ആലോചിക്കുന്നതിൻ്റെ അവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? വേർ ആർ ദേ ഗോയിങ്? ഹി ഫോളോഡ് ദം. അവനും അവരെ ഫോളോ ചെയ്തു, പിന്തുടർന്നു. ഇൻ ദ ഡീപ്പ് സീ. ഡീപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിൽ, ഡീപ്പ് സീ ആഴക്കടലിൽ. ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. കടലിൻ്റെ താഴ്ചയിൽ ആഴങ്ങളിൽ അവൻ ഒരു ഗ്ലാസ് പാലസ് കണ്ടു. മനോഹരമായ ഗ്ലാസ് പാലസ്.
ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജംസ് ആൻഡ് പേൾസ്. അത് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ട്? വിത്ത് ജംസ്. ജംസ് എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ. ആൻഡ് പേൾസ്, മുത്തുകൾ. മുത്തുകൾ കൊണ്ടും രത്നങ്ങൾ കൊണ്ടും ഡെക്കറേറ്റ് ചെയ്ത ഒരു ഗ്ലാസ് പാലസ് അവൻ കണ്ടു. ദ ഡോഴ്സ് ഓഫ് ദ പാലസ് വേർ വൈഡ് ഓപ്പൺ. ആ ഗ്ലാസ് പാലസിൻ്റെ ഡോറുകൾ മലർക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എല്ലാവരും അവിടെ എത്തി. ഗോൾഡ് ഫിഷും അവൻ്റെ ഫ്രണ്ട്സും പാലസിലെത്തി. ഇനി എന്താണ് സംഭവിക്കുക? ദ മെർമെയ്ഡ്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യകന്യക. ആളുടെ മുഖവും മത്സ്യത്തിൻ്റെ ഉടലുമായിട്ടുള്ള മത്സ്യകന്യകയുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതാണ് മെർമെയ്ഡ്. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദ ഡോർ. ഇവർ ചെന്നപ്പോൾ എന്താ അവിടെ ഉണ്ടായത്? ഒരു ബ്യൂട്ടിഫുൾ മെർമെയ്ഡ്, ഒരു മനോഹരിയായ സുന്ദരിയായ ഒരു മത്സ്യകന്യക വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. മെർമെയ്ഡ് അപ്പിയേർഡ് എന്നാണ് പറഞ്ഞത്. അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രിറ്റി ഷീ ഈസ് എക്സ്ക്ലൈംഡ് ദ ഗോൾഡ് ഫിഷ്. ഹൗ പ്രിറ്റി ഷീ ഈസ് എക്സ്ക്ലൈംഡ് ദ ഗോൾഡ് ഫിഷ്. ഹൗ പ്രിറ്റി. പ്രിറ്റി പറഞ്ഞാൽ എന്ത് ഭംഗിയാണ്, എന്ത് സുന്ദരിയാണ് അവളെ കാണാൻ, അതാണ് അതിൻ്റെ അർത്ഥം. എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഉറക്ക പറയില്ലേ? ഞാൻ സന്തോഷം കൊണ്ട് അങ്ങോട്ട് ഉറക്ക പറയാണ്. ഓ എന്ത് ഭംഗിയാണ് അവളെ കാണാൻ, അങ്ങനെ ഉറക്ക പറഞ്ഞു. ഗോൾഡ് ഫിഷാണ് പറഞ്ഞത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അവിടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. ജൂലിയ എന്നാണ് ആ രാജകുമാരിയുടെ പേര്. ഹാപ്പി ബർത്ത്ഡേ അവൾക്ക് വിഷ് ചെയ്തു. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. ഞങ്ങൾ നിനക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് കൊണ്ടുവന്നത് തിളങ്ങുന്ന ലൈറ്റ്സ് ആണ്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. തിമിംഗലങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കിലുങ്ങുന്ന വളകളാണ്. ദ ഡോൾഫിൻസ് കാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് ആണെങ്കിൽ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രാഗ്രൻറ്റ്, സുഗന്ധമുള്ള. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു. കം ഓൺ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. എല്ലാവരും വരൂ, നമുക്ക് പാർട്ടി തുടങ്ങാം. ബിഗിൻ, തുടങ്ങുക. ദർ വാസ് എ ബിഗ് കേക്ക് ഓൺ എ ടേബിൾ ഇൻ ദ ഹാൾ. അവിടെ ഹാളിലെ ടേബിളിൽ ഒരു വലിയ കേക്ക് ഉണ്ടായിരുന്നു. ദ പാർട്ടി ബിഗാൻ. പാർട്ടി തുടങ്ങി. ഹൗ വിൽ ദേ ബിഗിൻ ദ പാർട്ടി. അവർ എങ്ങനെയാണ് പാർട്ടി തുടങ്ങിയിട്ടുണ്ടാവുക? കേക്ക് കട്ട് ചെയ്തുകൊണ്ടായിരിക്കുമോ? നമുക്ക് നോക്കാം. ദ ബർത്ത്ഡേ പാർട്ടി. പ്രിൻസസ് ജൂലിയ വെൻറ്റ് ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. പ്രിൻസസ് ജൂലിയ ടേബിളിൻ്റെ അടുത്ത് പോയി കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹെർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. അവൾ നല്ലൊരു ക്രൗൺ വെച്ചിട്ടുണ്ട്. അത് എന്ത് വെച്ചതാണ്? ഡയമണ്ട് പതിപ്പിച്ച ക്രൗണാണ്. ക്രൗൺ, കിരീടം. ആ കിരീടമൊക്കെ വെച്ച് അവൾ വളരെയധികം സുന്ദരിയായി കാണപ്പെട്ടു. ആൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും കൈകൊട്ടി പാട്ടുപാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പ്രിൻസസ് ജൂലിയ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എവ്രിവൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. എല്ലാവരും അവർ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ജൂലിയയ്ക്ക് കൊടുത്തു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും വളരെ നന്ദിയുള്ളവളാണ്. ഗ്രേറ്റ്ഫുൾ, നന്ദിയുള്ള. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. നമുക്ക് ഡാൻസ് ചെയ്യാൻ തുടങ്ങാം. സെഡ് ദ പ്രിൻസസ് സ്മൈലിംഗ്. അവൾ ചിരിച്ചുകൊണ്ട് എപ്പോഴും പറയുന്നത് അല്ലേ. ദ മ്യൂസിക് ബിഗാൻ. ദ സ്റ്റാർട്ടഡ് ഡാൻസിങ്. മ്യൂസിക് തുടങ്ങി, അവർ ഡാൻസ് ചെയ്യാനും തുടങ്ങി. ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ? നിങ്ങൾ ഇതുപോലെയുള്ള പാർട്ടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇതുപോലെയുള്ള പാർട്ടിയല്ല, ബർത്ത്ഡേ പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാർട്ടിയിലോ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ടായിരിക്കും അല്ലേ. ആ എക്സ്പീരിയൻസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ദ ഫീസ്റ്റ്. ഇപ്പോൾ ഡാൻസ് ചെയ്തു, പാട്ട് പാടി അല്ലേ. ഇനി എന്താണ്? നൗ ലെറ്റ്സ് ഹാവ് ദ ഫീസ്റ്റ്.
ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഫീസ്റ്റ്, ഭക്ഷണം. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്, പ്രിൻസസ് എല്ലാവരെയും ക്ഷണിച്ചു. എവ്രി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്, എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. സോ യമ്മി, സോ ഡെലീഷ്യസ്, എ സ്റ്റാർഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്. എന്ത് ടേസ്റ്റാണ്, എന്ത് രസമാണ്. അതാണ് യമ്മി, ഡെലീഷ്യസ്, നല്ല സ്വാദിഷ്ടമായ സാധനങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എ സ്റ്റാർഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്, സ്റ്റാർഫിഷ് അവൻ്റെ പ്ലേറ്റ് നക്കി തുടക്കുകയാണ്, അത്രയും ടേസ്റ്റാണ്. ഐ ലവ് ദ ചോക്ലേറ്റ്, എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. എന്താണ് ഗൾപ്ഡ്? വിഴുങ്ങ. ഒരു വലിയ ചോക്ലേറ്റിൻ്റെ പീസ് അവൻ വിഴുങ്ങി. എന്ത് പറഞ്ഞുകൊണ്ട്? ഐ ലവ് ദ ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്, ജ്യൂസ് വളരെയധികം ഉന്മേഷം തരുന്നതാണ്. എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്, സിപ്പ് ചെയ്യുക പറഞ്ഞ അവസാനത്തെ തുള്ളി ഇങ്ങനെ കുടിക്കുക, നുണയുക. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി, പെട്ടെന്നാണ് ഒരു ഡോൾഫിൻ ഉച്ചത്തിൽ വിസിലടിക്കുന്നത്. വാട്ട്സ് ഹാപ്പനിങ് ആസ്ക്ഡ് ദ ഷാർക്ക്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഷാർക്ക് ചോദിച്ചു. വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ, എന്തുകൊണ്ടാണ് ഡോൾഫിൻ വിസിലടിച്ചത്? എന്തിനായിരിക്കും വിസിലടിച്ചത്? എ ത്രെറ്റ്, എ ത്രെറ്റ്, ത്രെറ്റ് പറഞ്ഞ ഭീഷണി. എന്താണ് അവിടെ ഒരു ഭീഷണി ഇവർക്ക് വന്നിട്ടുണ്ട്. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. മെൻ, മനുഷ്യർ. എന്തിനാണ് അവർ വീണ്ടും വന്നിരിക്കുന്നു? മനുഷ്യർ വീണ്ടും വന്നിരിക്കുന്നു. എന്തിന്? ടു ഡംപ്, ഡംപ് ചെയ്യുക പറഞ്ഞ തള്ള. മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ, കടലിലേക്ക് കൂടുതൽ പ്ലാസ്റ്റിക് വേസ്റ്റ് തള്ളാൻ വേണ്ടി മനുഷ്യർ വീണ്ടും വന്നിരിക്കുന്നു. എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ, എക്സ്ക്ലെയിംഡ്, ഡോൾഫിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആൾ ബിക്കെയിം ആംഗ്രി, എല്ലാവർക്കും ദേഷ്യം വന്നു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്, നമ്മളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് തിന്നിട്ട് മരിച്ചു. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്, ഗ്രൗണ്ട് ഹിസ് ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ലിറുമ, ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പല്ല് കടിക്കുക, പല്ലിറുമ. വി ഷുഡ് സ്റ്റോപ്പ് ദം, നമുക്ക് തീർച്ചയായും അവരെ തടയണം. വി ഷുഡ് സ്റ്റോപ്പ് ദം, ദേ സെഡ് ടുഗദർ, എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു നമുക്കവരെ തടയണം. ഡോണ്ട് വറി ഫ്രണ്ട്സ് സെഡ് ദ ബ്ലൂ വെയിൽ, നിങ്ങൾ വിഷമിക്കേണ്ട ഫ്രണ്ട്സ്. ആരാ പറയുന്നത്? ബ്ലൂ വെയിലാണ്, നീല തിമിംഗലമാണ് അത് പറഞ്ഞത്. എന്താ കാരണം? ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്, ഞാനാണ് ഈ വേൾഡിലെ ഏറ്റവും വലിയ ആനിമൽ. ഐ വിൽ ഡ്രൈവ് ദം എവേ, എനിക്ക് അവരെ ഓടിക്കാൻ കഴിയും, ഞാൻ അവരെ ഓടിക്കും. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്, ദ ഷാർക്ക് ഫോളോഡ് ഹെർ. ബ്ലൂ വെയിൽ എങ്ങനെയാണ് പോയത്? ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് പാഞ്ഞു പോയി. ഷാർക്ക് അതിനെ ഫോളോ ചെയ്തു. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു, ബ്ലൂ വെയിൽ എന്തായിരിക്കും ചെയ്യുക? ഇതാ കണ്ടില്ലേ, മനുഷ്യരെ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങുകയാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അല്ലേ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഫോർഗീവ്നെസ് എന്നാണ് നമ്മുടെ ഹെഡിങ് കാണുന്നത്. ഫോർഗീവ്നെസ് എന്താണ്? ക്ഷമിക്കുക, മാപ്പ് കൊടുക്കുക അല്ലേ, അവരോട് പൊറുക്കുക, അതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻറ്റ് നിയർ ദ ബോട്ട്, വെയിലും ഷാർക്കും ബോട്ടിൻ്റെ അടുത്ത് ചെന്നു. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ, ഷാർക്ക് അതിൻ്റെ വാലുകൊണ്ട് ബോട്ടിൽ അടിച്ചു. നല്ല ശക്തിയാണ് ഷാർക്കിന് അല്ലേ. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ, ട്രംബിൾഡ് വിറയ്ക്കുക, എന്തുകൊണ്ടാണ്? വിത്ത് ഫിയർ, പേടി കൊണ്ട്. ഫിയർ പേടി, പേടിച്ച് വിറച്ചു മനുഷ്യന്മാർ. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്, മനുഷ്യന്മാർ എന്താണ്? മനുഷ്യന്മാർ ഹെൽപ്പിന് വേണ്ടി കരഞ്ഞു. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദർ, ആ സമയത്ത് പ്രിൻസസും ബാക്കി എല്ലാവരും അവിടെ എത്തി. ഐ വിൽ ക്രഷ് ദം, ദ ക്രാബ് ഓപ്പൺഡ് ഹെർ ക്ലോസ്, ക്ലോസ് കൈ നഖങ്ങൾ, അതിന് കുറേ നഖങ്ങളുണ്ട് അല്ലേ. ആ ക്ലോസ് ഒക്കെ അങ്ങോട്ട് വിടർത്തി, അല്ല ഇറുക്കാണ് ചെയ്യുക അല്ലേ. എന്താണ് ചെയ്യുക? ക്രാബ് അതിൻ്റെ നഖങ്ങൾ വെച്ച് കുത്തി ഇറക്കും. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്,
ഞങ്ങളെ ഉപദ്രവിക്കരുത്. വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. ഞങ്ങൾ ഇനി ഒരിക്കലും കടലിലേക്ക് ഇതൊന്നും ഡംപ് ചെയ്യാൻ വരില്ല, പ്ലാസ്റ്റിക് ഒന്നും ഡംപ് ചെയ്യില്ല. ദ മെൻ ബെഗ്ഡ്. മനുഷ്യന്മാർ യാചിച്ചു. ബെഗ് ചെയ്യുക പറഞ്ഞാൽ യാചിച്ചു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നിങ്ങൾ ഞങ്ങളുടെ കടൽ മലിനമാക്കുകയാണ്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്. നിങ്ങൾ ഞങ്ങളുടെ ജീവൻ നശിപ്പിക്കുകയാണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. വാണ്ട് പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയ വാൺ ചെയ്തു പറഞ്ഞാൽ അവസാനം താക്കീത് കൊടുക്കുകയാണ്. ഇനി ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. ആൻഡ് ലെറ്റ് ദം ഗോ. എന്നിട്ട് അവരെ പറഞ്ഞയച്ചു, പോവാൻ സമ്മതിച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻഡ് ദ വേവ്സ്. സൂര്യൻ്റെ രശ്മികൾ കടലിലെ തിരമാലകൾ ബ്രൈറ്റൻ ചെയ്തു. അതായത് തിരമാലകൾ സൂര്യരശ്മികളേറ്റ് തിളങ്ങി. നമ്മുടെ ഈ കഥ ഒരു നല്ല അവസാനമായിട്ടാണ് അവസാനിച്ചിട്ടുള്ളത് അല്ലേ? ആർക്കും വിഷമമില്ലാതെ നല്ലതായിട്ട് അവസാനിച്ചു. ഇഷ്ടപ്പെട്ടോ ഈ കഥ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത പ്രവർത്തനങ്ങളൊക്കെയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.